ഈശോയിൽ പ്രിയമുള്ളവരെ, ദൈവം നമ്മളെ തകരാൻ അനുവദിക്കും. തകർച്ച എന്ന് പറഞ്ഞാൽ ബിസിനസ് തകരുക, ബന്ധങ്ങൾ തകരുക, അങ്ങനെയല്ല. ആന്തരികമായുള്ള നിങ്ങളിലെ ഞാൻ എന്ന ആ ഒരു സംഗതി, ഞാൻ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്ന കുറേ കാര്യങ്ങൾ, ഞാൻ എന്ന ബോധം, അഹംബോധം എന്നൊക്കെ പറയില്ലേ, ഈ സംഗതി ഇങ്ങനെ ഇഞ്ചിഞ്ചായി തകരാൻ ദൈവം അനുവദിക്കും. നമ്മളൊരു ചില്ല് ഗ്ലാസ് പോലെ തകരാൻ ദൈവം അനുവദിക്കും. നമ്മളൊരു ഗോതമ്പ് മണി പോലെ അഴിയാൻ ദൈവം അനുവദിക്കും. നമ്മളില്ല പിന്നെ അവിടെ. അത് വളരെ വേദനാജനകമായ ഒരു അനുഭവമാണ്. സഹന സ്നാനമാണത്, മുൾക്കിരീടമാണത്, കുരിശിൽ കിടക്കുന്ന അനുഭവമാണത്, പിലാത്തോസിന് മുമ്പിൽ കൈകെട്ടി നിൽക്കുന്ന അനുഭവമാണത്. ഇപ്പോൾ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ധൈര്യം എനിക്കില്ല. പക്ഷെ ഒരു കാലഘട്ടത്തിൽ ഞാൻ വളരെ ദൈവം മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്ന സമയത്ത് ഇതിലൂടെയൊക്കെ കടന്നു പോകുമ്പം എൻ്റെ ആത്മാവ് അത് സ്വീകരിക്കാൻ തയ്യാറായിരുന്നു. കുഴപ്പമില്ല എന്നുള്ളതായിരുന്നു. പക്ഷെ നിങ്ങൾക്കും അത് എളുപ്പമായിരിക്കില്ല. നിങ്ങളുടെ ലൈഫിൽ തുടക്കം മുതലേ ഒരു ലോൺലിനെസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, ചുറ്റും അധികം മനുഷ്യന്മാരൊന്നും ആയിട്ട് നിങ്ങൾക്ക് ജീവിച്ച് ശീലമില്ലെങ്കിൽ, നിങ്ങൾക്കിതൊരു ഇച്ചിരി എളുപ്പമുള്ളൊരു ടാസ്ക് ആയിരിക്കും. പെയിൻ ഉണ്ടാകും എങ്കിൽ തന്നെയും കുഴപ്പമില്ല. പക്ഷെ ഞാനിപ്പോൾ ഒരുപാട് മനുഷ്യന്മാരുടെ ഇടയിലാകുമ്പോൾ, ഇപ്പോൾ കർത്താവ് എനിക്ക് മനുഷ്യന്മാർ എന്നെ കുറ്റപ്പെടുത്തുന്ന അനുഭവം തന്നാൽ, എനിക്കൊരു തകർച്ച ഉണ്ടായാൽ, എൻ്റെ ജോലി നഷ്ടപ്പെട്ടാൽ, എനിക്ക് രോഗാവസ്ഥ വന്നാൽ, അതിനെ ഞാൻ ഈ മനുഷ്യന്മാരുടെ മുമ്പിൽ അത് എനിക്കിത് അനുഭവിക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്ട്രഗിൾ ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് ചുറ്റും ഒരുപാട് മനുഷ്യന്മാരുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഉണ്ടാകും. അതുകൊണ്ടാണ് സ്പിരിച്വാലിറ്റിയുടെ ഒരു തലത്തിൽ ഐസൊലേഷൻ ഉണ്ടാകുന്നത്. ദൈവം നിങ്ങളുടെ ജീവിതത്തിനെ രൂപപ്പെടുത്താൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ ആദ്യം ഐസൊലേറ്റഡ് ആക്കും, നിങ്ങളെ ഒരു ഒറ്റപ്പെടുത്തും. കാരണം ഈ ഒറ്റപ്പെടുത്തുമ്പോഴാണ് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ പറ്റുള്ളൂ. ഇപ്പം ഞാൻ കണ്ണടച്ചിരുന്നാൽ ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ എനിക്ക് ചുറ്റും ഉള്ള പല മനുഷ്യരുടെയും സ്വരങ്ങൾ എനിക്ക് കേൾക്കാൻ പറ്റും. എന്നെക്കുറിച്ചുള്ള അവരുടേതായ കാര്യങ്ങളും ഇതൊക്കെ അഭിപ്രായങ്ങൾ വരും. പക്ഷെ ജീവിതത്തിൻ്റെ ചില സമയങ്ങളിൽ നമ്മൾ ഈ ദൈവാനുഭവത്തിലൊക്കെ നിൽക്കുമ്പം കംപ്ലീറ്റ് നമുക്ക് എല്ലാവരും പോയി എന്നുള്ള അനുഭവത്തിലായിരിക്കും നമുക്ക് ദൈവാനുഭവം ഉണ്ടാകുന്നത്. ആ സമയത്ത് നമുക്ക് എന്താ പറയുക, നമുക്ക് ദൈവത്തിൻ്റെ സ്വരം മാത്രം കേട്ടാൽ മതി, ഇനി മനുഷ്യരുടെ സ്വരം കേൾക്കാൻ ഞാൻ പോവില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു അവസ്ഥ ഉണ്ടാകുമ്പോഴാണ്, എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഈ ദൈവത്തിൻ്റെ സ്വരത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കാൻ പറ്റും. നോർമലി ഇറ്റ്സ് നോട്ട് ഈസി. ഇത്തരം അനുഭവങ്ങളിലൂടെ ദൈവം നിങ്ങളെ കടത്തിക്കൊണ്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ള മനുഷ്യരുടെ ഭാരം നിങ്ങൾക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം പലപ്പോഴും ആദ്യം നമ്മളെ ഐസൊലേറ്റഡ് ആക്കുന്നത്. അതായത് നിങ്ങൾ ഒറ്റപ്പെടുന്ന അനുഭവത്തിലേക്ക് കൊണ്ടുവരുന്നത്. സ്പിരിച്വൽ ഗ്രോത്തിന് ആവശ്യമുള്ള ഒരു സംഗതിയാണ് ഡിറ്റാച്ച്മെൻറ്റ്. ആളുകളുമായിട്ട് ഡിറ്റാച്ച്ഡ് ആവാം. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകും. ഇത് പല കാര്യങ്ങളാണ് കേട്ടോ, പല പോയിന്റ്സ് ആണ്. നിങ്ങൾക്കത് കണക്ട് ആവും എന്നൊന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കിത് നിങ്ങൾ പറയുന്ന ഒരു കാര്യം മറ്റുള്ളവർക്ക് മനസ്സിലാവണില്ല. നിങ്ങൾക്ക് 100% ഉറപ്പുള്ളൊരു കാര്യമാണ്, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഗോഡ് എന്ന് തന്നെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാവും. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ഇടപെടലുകൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ നിങ്ങളത് മറ്റൊരാളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല. നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ അറിയാം, പക്ഷെ നിങ്ങൾക്ക് അത് പറയാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ആവുന്നത് നിങ്ങളെ സത്യമാണെന്ന കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് പറഞ്ഞ് ഫലിപ്പിക്കാനായിട്ട് പറ്റുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് ആ ഒരു ലെവലിൽ ചിന്തിക്കുന്നവരല്ല, അല്ലെങ്കിൽ ആ ഒരു തലത്തിനെ മനസ്സിലാക്കുന്നവരല്ല. അപ്പോൾ ഇതെല്ലാം കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് ഒരു വലിയ പ്രോബ്ലം. നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് മനസ്സിലാവാത്ത രീതിയിലുള്ള കുറേ കാര്യങ്ങൾ സംഭവിക്കും. കാരണം ഇപ്പോൾ ഇതെന്താ ഇപ്പം എൻ്റെ ലൈഫിൽ നടക്കണമെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഇതിന് പുറകിലുള്ള ദൈവിക പദ്ധതി എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ ഇതെൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ആളുകളെ പോലെ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ അതിൽ നിങ്ങളുടെ പെറ്റമ്മ പോലും പെടും. എന്നെ ഫ്രാൻസിസ് അസീസിനെ ദൈവം വിളിച്ചപ്പോൾ ഫ്രാൻസിസ് അസീസിയുടെ അപ്പനെയും അമ്മയെയും ബോധവൽക്കരിച്ചിട്ടല്ല ഫ്രാൻസിസ് അസീസിനെ വിളിച്ചത്. അപ്പം ഇത് ഒരു പാർട്ട് ഓഫ് ദി ജേണിയാണ്. ഇത്തരം ഉയർന്ന ജീവിത വിളികളിലേക്ക് മനുഷ്യർ കടന്നു വരിക എന്ന് പറയുന്നത് ഒരു സെൽഫ് സാക്രിഫൈസ് തിങ് ആണ്. അത് എളുപ്പമല്ല, അതൊരു സമർപ്പണമാണ്. പക്ഷെ ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ, എന്നെപ്പോലെയൊക്കെയുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വേറെ എവിടെയും പോകാനില്ല. ഞങ്ങൾക്ക് ഇപ്പം എനിക്കറിയാം എന്നെ പോലെയുള്ള കുറേ പേരുണ്ടാവും. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഈ ലോകത്ത് നിന്ന് ഒന്നും കിട്ടാനില്ല. ഞാൻ ഈ ലോകത്തിൻ്റെ പുറകെ പോയാൽ ഞാനൊരു കളിയാക്കപ്പെടുന്ന, പരാജിതയാവുന്ന, ഒരിക്കലും ദൈവത്തിൻ്റെ ഷെയ്ഡിലല്ലാതെ എനിക്കൊരിക്കലും ഒരു നന്മ വരത്തില്ല. അത്രയേറെ ബലഹീനതകളോടും കുറവുകളോടും കൂടെയാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത്. ആ കുറവുകളെയും ബലഹീനതയും ഓർത്ത് നന്ദി പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തൊക്കെ ആണെങ്കിലും ശരി, ഈ ജന്മത്തിൽ എനിക്ക് യേശുവിനെ അറിയാൻ കഴിഞ്ഞല്ലോ. ഇതെല്ലാം ഒരാളുടെ ആന്തരിക സംഘർഷമാണ്. അത് എളുപ്പമല്ലാത്തൊരു യാത്രയാണ്. അതൊരു കടൽ പോലെ ഇങ്ങനെ ചാലഞ്ചുകൾ നിറഞ്ഞൊരു കടലാണ് സ്പിരിച്വാലിറ്റിയുടെ ഈ യാത്ര. എപ്പോൾ എന്താ സംഭവിക്കുക നമുക്ക് പറയാൻ പറ്റത്തില്ല. സോ ഇത് സ്വയം വിട്ടുകൊടുക്കുന്ന ഒരു പ്രോസസ്സാണ് ദൈവവിളി. അപ്പോൾ ദൈവവിളി എന്ന് പറഞ്ഞാൽ ഈ കന്യാസിസ്റ്റർമാരും അച്ഛന്മാരും ഇതൊക്കെ തന്നെയാണ് അവരുടെ ലൈഫിൽ സംഭവിക്കുന്നത്. അവർക്ക് ഒരു സ്ഥലത്ത് അവർ താമസിക്കുന്നു, മനുഷ്യന്മാരായിട്ട് അവർ അറ്റാച്ച്ഡ് ആവാൻ പാടില്ല. കാരണം അറ്റാച്ച്ഡ് ആയാൽ അടുത്ത സ്ഥലത്ത് 3 വർഷം കഴിയുമ്പോൾ അവർ അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു. അപ്പോൾ ഓരോ 3 വർഷം കഴിയുമ്പോഴും
അവരിങ്ങനെ പോകുമ്പോൾ അവർ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് ഒരു പെടച്ചിലുണ്ടാകും. ചില മനുഷ്യന്മാരെ മിസ് ചെയ്യുന്നുണ്ടോ, ചില കാര്യങ്ങൾ അവർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ പോകുന്നുണ്ടോ. ഇവിടെ അവരില്ല, ദൈവത്തിന്റെ ഇഷ്ടം പാലിക്കുന്നവർ മാത്രമേ ഉള്ളൂ. ഇത് തന്നെയാണ് ബേസിക് ദൈവവിളിയുടെ സ്വഭാവം. ഇവിടെ ഞാനില്ല. അപ്പൊ ഇത് പറയാൻ എളുപ്പമാണ്, പക്ഷെ ഇത് ദൈവം നമ്മളിൽ പ്രാവർത്തികമാക്കുന്ന ചില സമയങ്ങളുണ്ട്. അതായത് ദൈവം നമ്മളെ തകരാൻ അങ്ങ് അനുവദിക്കും. 10 പേര് നമ്മളെ കളിയാക്കുന്ന, നാണം കെടുത്തുന്ന അനുഭവത്തിൽ നമ്മളെ കൊണ്ട് നിർത്തും. പിലാത്തോസിന് മുമ്പിൽ കർത്താവ് നിന്ന പോലെ നമ്മളങ്ങ് നിൽക്കും. ഇപ്പൊ നിങ്ങൾക്ക് ഒരാൾ നിങ്ങളെ കുറിച്ച് ഇങ്ങനെ പറയുന്നു, എന്നെ കുറിച്ചാണെങ്കിലും ഇപ്പം ഈ സോഷ്യലൈസേഷന്റെ ഏറ്റവും വലിയൊരു പ്രോബ്ലം ആണ്. അത് എനിക്ക് തോന്നുന്നത്, എൻ്റെ ഒരു സ്വഭാവം കൊണ്ട് ആയിരിക്കാം. നമ്മൾ ഒരുപാട് മനുഷ്യരുണ്ടാകുമ്പോൾ നമ്മളെ കല്ലെറിയുന്ന ആളുകളുടെ എണ്ണം കൂടുതലാണ്. നമുക്ക് വളരെ കുറച്ച് മനുഷ്യന്മാരായിട്ടാണ് മാത്രമാണ് കണക്ഷൻ എങ്കിൽ നമുക്ക് അത്രയും കല്ലേറ് കുറവാണ് കിട്ടാം. പക്ഷെ ദൈവം നിങ്ങളെ സമൂഹത്തിന് നടുവിൽ കൊണ്ട് നിർത്തും. എന്നിട്ട് എല്ലാവരും നിങ്ങളെ ചൂണ്ടിയ ഇവളെന്താ ഇങ്ങനെ, ഇവനെന്താ ഇങ്ങനെ എന്നൊക്കെ ചോദിക്കുന്ന ഒരു സിറ്റുവേഷന് കൊണ്ട് നിർത്തും. ഈ ധ്യാനം കൂടി ആത്മീയ ബോധ്യങ്ങൾ കിട്ടിയിട്ട് പാവങ്ങളെ സഹായിക്കാൻ നടക്കുമ്പോഴും ഓർഫനേജ് തുടങ്ങാൻ നടക്കുമ്പോഴും ഒക്കെ നിങ്ങൾ ഇത് നേരിടും. കാരണം ഇവനെന്താ പറ്റി, ഇവന് ഭ്രാന്തായോ, ഇവനിപ്പോൾ എന്താ പറ്റി, ഇവനൊരു ധ്യാനം കൂടിയതിനു ശേഷം ഇവന് സമനില തെറ്റിയോ, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ, ഒരുപാട് വേദനകൾ, ഇതെല്ലാത്തിലൂടെയും കടന്നു പോകുന്നതാണ് ദൈവമായിട്ടുള്ള ആ ഒരു ഞെരുക്കത്തിനെ നിങ്ങൾ സ്വീകരിക്കാൻ പറ്റണം. അപ്പം എൻ്റെ ജീവിതത്തിൽ ഇനി ഇതൊരിക്കൽ സംഭവിച്ചാൽ പിന്നെ സംഭവിക്കുന്നില്ല. അതായത് നിങ്ങൾ സ്പിരിച്വാലിറ്റിയിലേക്ക് വളരുന്നു. ആദ്യത്തെ ഒരു 4 വർഷം ദൈവം ഇങ്ങനെ നിങ്ങളെ സ്വയം തകർത്തു, നിങ്ങളെ ചെറുതാകാൻ അനുവദിച്ചു, ദാസ്യവേല ചെയ്യാൻ അനുവദിച്ചു, മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങളെ ചെറുതാക്കി. അത് കഴിഞ്ഞ് നിങ്ങൾ കാര്യങ്ങളൊക്കെ പഠിച്ചു, നിങ്ങളൊരു സ്ട്രോങ് ആയ പൊസിഷനിൽ വന്ന് ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചു എന്ന് വിചാരിക്കാം. അതിനുശേഷം പിന്നെ ഇങ്ങനെ അനുഭവങ്ങൾ ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റില്ല. തുടക്ക കാലഘട്ടത്തിൽ ദൈവം എന്നെ ഏറ്റവും എളിയ ഒരാളാക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അന്ന് ഞാനൊരു എളിയ ആളായിട്ട് തന്നെയാണ് ഇരുന്നത്. അപ്പോൾ എനിക്ക് കുഴപ്പമുണ്ടായില്ല, എനിക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല, എനിക്ക് എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നില്ല, ജോലി ഉണ്ടായിരുന്നില്ല, എനിക്ക് ചുറ്റും ആളുകൾ ഉണ്ടായിരുന്നില്ല, എന്നെ 10 പേര് പോലും വീട്ടിലുള്ളവർ നമ്മൾ ആരും അറിയുന്നുണ്ടായിരുന്നില്ല. അന്ന് കുഴപ്പമില്ലായിരുന്നു. അന്ന് ഞാനിതൊക്കെ രണ്ടും കൈ നീട്ടി സ്വീകരിച്ചു. പക്ഷെ ഒരു 10 വർഷം ദൈവം നിങ്ങളെ ആത്മീയതയിൽ വളർത്തി കഴിഞ്ഞതിന് ശേഷവും വീണ്ടും ദൈവം 1-ാം ക്ലാസ്സിൽ നമ്മളെ കൊണ്ടിരുത്തും. ചില സമയത്ത് വീണ്ടും ദൈവം നമ്മളെ തകർക്കും, വീണ്ടും ദൈവം നമ്മളെ രൂപപ്പെടുത്തും. നമുക്കൊന്നും പറയാൻ പറ്റില്ല. ജോബിനെ പോലെ ജോബ് പരാതി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ദൈവം ഇത് അനുവദിക്കുന്നതാണെങ്കിൽ അത് നമ്മൾ സ്വീകരിച്ചേ പറ്റത്തുള്ളൂ. ഇതൊക്കെ പറയാൻ എളുപ്പമാണ്, അത് ജീവിക്കാൻ ഒരു എളുപ്പമില്ല. അപ്പം ഇതിനൊക്കെ സന്നദ്ധമാക്കുന്നതിന് കാരണങ്ങളുണ്ടാവും. ഇപ്പം എന്നെ സംബന്ധിച്ച് ദൈവം ഇനി എന്തൊക്കെ ചെയ്താലും ദൈവം നമുക്കെതിരെ, ദൈവം നമ്മളെ അടിക്കൊന്നുമില്ല, ശിക്ഷിക്കൊന്നുമില്ല. എങ്കിലും ദൈവം നമ്മളെ എന്തൊക്കെ സംഭവിച്ചാലും അയാളുടെ കൂടെ ജീവിക്കാന്ന് ചിലർ പറയൂലേ, അതുപോലെ തന്നെയാണ്. എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ദൈവത്തിൻ്റെ കൂടെ നിൽക്കുള്ളൂ എന്നുള്ള ആ ദൈവത്തിനെ എനിക്ക് വിട്ടുകളയാൻ പറ്റില്ല. എനിക്ക് ദൈവത്തെ വേണം, എനിക്ക് ആ ദൈവം മാത്രം ഉണ്ടായിട്ടുള്ളൂ. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുന്നേ നമുക്ക് അങ്ങനെ, അത് വ്യക്തിപരമാണ്. നിങ്ങൾക്ക് പറയില്ലേ, എല്ലാവരും എന്നെ ഉപേക്ഷിച്ചപ്പോഴാണ് കർത്താവിനെ കണ്ടത്. ആരും എന്നിൽ ഒരു പ്രതീക്ഷ വെക്കാത്ത സമയത്താണ് കർത്താവിനെ കണ്ടത്. ആ സമയത്ത് എനിക്ക് മനുഷ്യന്മാരുടെ ആശ്രയമോ കരുണയോ ഒന്നും കിട്ടിയിട്ടില്ല. ഞാൻ ദൈവത്തെക്കുറിച്ച് പറയാൻ തുടങ്ങിയപ്പോൾ, അല്ലെങ്കിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ഐശ്വര്യം അനുഭവിക്കാൻ തുടങ്ങിയത്. അതായത് എന്തെങ്കിലും ഒരു നന്മ ജീവിതത്തിലുണ്ടാകുന്നത് ദൈവത്തിലേക്ക് വന്നതിന് ശേഷം. സോ എനിക്ക് നാളെ നന്മകളൊക്കെ നഷ്ടപ്പെട്ടു പോയാലും കുഴപ്പമില്ല, എനിക്ക് ദൈവത്തെ മതി, എനിക്ക് ദൈവത്തെ നഷ്ടപ്പെടാതിരുന്നാൽ മതി. ഈ ഒരു ആഴത്തിലുള്ള ബന്ധത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ട് വരുന്ന അനുഭവങ്ങളാണ് നമ്മുടെ സമ്പത്ത്. എനിക്കറിയാം, എന്നെ ദൈവത്തിന് മനസ്സിലാവും. അത് തെറ്റ് ചെയ്യുമ്പോഴും തെറ്റ് പറ്റിയെന്ന് പറയുമ്പോഴും ഒക്കെ ദൈവത്തിന് മനസ്സിലാവും. പക്ഷെ തെറ്റ് ചെയ്യാനുള്ള പെർമിഷനല്ല, പക്ഷെ എൻ്റെ ആന്തരികമായ മനസ്സിനെ കർത്താവിന് മനസ്സിലാവും. നമ്മൾ എന്താണെന്നുള്ളത് കർത്താവിന് മനസ്സിലാവും. എന്തെങ്കിലും ഒന്ന് നിങ്ങളെങ്ങനെ കണക്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ടാവും. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾക്ക് ആ കണക്ഷൻ ഇങ്ങനെ വിട്ടു പോകാൻ പറ്റാത്ത വിധം ഒരു കണ്ണി ദൈവവുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ടാവും. അങ്ങനെ നിർത്തിയിട്ടുള്ളത് കൊണ്ട് ദൈവം നമ്മുടെ ലൈഫിൽ ഫോർമേഷൻ നടത്തും, നമ്മളെ ചെറിയ ആളാക്കും, നമ്മളെ ബാക്കിൽ നിർത്തും, നമ്മളെ ശുശ്രൂഷകനാക്കും, പാദം കഴുകുന്ന ശുശ്രൂഷകളെ ആക്കും. ചിലപ്പോൾ നമ്മളോട് മിണ്ടാൻ പറയും, ചിലപ്പോൾ പറയും മിണ്ടണ്ടെന്ന് പറയും. ഇനി നമ്മൾ ദൈവത്തെക്കുറിച്ച് പറയാൻ ദൈവം അനുവദിക്കും. പക്ഷെ അപ്പം ദൈവത്തിനും അറിയാം, നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരൊക്കെ നമുക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് പറയാൻ പോകാമെന്ന് ദൈവത്തിന് അറിയാം. പക്ഷെ എന്നാലും ദൈവം നമ്മൾ അവിടെ കൊണ്ട് നിർത്തും. ദൈവം നമ്മളോട് ചില കാര്യങ്ങൾ ചെയ്യാൻ പറയും, ചെയ്ത് കഴിഞ്ഞാൽ അബദ്ധം ഉണ്ടാകുന്ന ദൈവത്തിനും അറിയാം. പക്ഷെ ദൈവം അത് അനുഭവിക്കാൻ നമ്മൾ അനുവദിക്കും. എല്ലാത്തിലൂടെ കടന്നു വന്ന് എൻ്റെ ഉള്ളിലൊരു ഫോർമേഷൻ, എൻ്റെ അഹംബോധം നശിച്ച് എൻ്റെ ഉള്ളിൽ ഞാനില്ല, ഇനി നീയാണ് കർത്താവേ, നിൻ്റെ സാന്നിധ്യം, അത് ദൈവത്തിൻ്റെ സൃഷ്ടികളാണ് നമ്മൾ. നമുക്ക് അങ്ങനെ എന്തുകൊണ്ടാണ് എൻ്റെ ചെയ്തത്? ഞാൻ ഇപ്പം കഴിഞ്ഞ ദിവസം ചോദിച്ചത്, എന്തിനാണ് അങ്ങനെ ചെയ്തത് കർത്താവേ? ഞാൻ എത്ര തവണ പ്രാർത്ഥിച്ചിട്ടാണ് ആ കാര്യം ചെയ്തത്? അതൊരു അബദ്ധം ആകുമായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഞാൻ തടഞ്ഞില്ല? പക്ഷെ അങ്ങനെ ഒരു അബദ്ധം എന്നിൽ നിന്ന് സംഭവിക്കാൻ ദൈവം അനുവദിച്ചു. കാരണം ഞാൻ ചെയ്തില്ല എന്ന് ഞാൻ പറയില്ല, എൻ്റെ ഒരു വ്യക്തിപരമായ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. പക്ഷെ ഞാൻ 24 മണിക്കൂർ പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യം ചെയ്തിട്ട് പോലും അതിലൊരു ബുദ്ധിമുട്ട്, ഒരു ഫോൾട്ട് വരുന്നുണ്ടെങ്കിൽ ദൈവം അനുവദിക്കുന്നതാണത്. അപ്പോൾ ആ സമയത്ത് ഞാൻ അവിടെ തലതാഴ്ത്തി നിൽക്കണമെന്നാണ് എൻ്റെ ഒരു ആ സമയത്തെ കോള്. ഞാൻ തലതാഴ്ത്തി തന്നെ നിൽക്കണം. ഇതെല്ലാം ഒരു സറണ്ടറിങ് ആണ്. ഇത്ര ആഴത്തിൽ നിങ്ങൾ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടോ? വെറുതെ ഇങ്ങനെ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല, അത് ഇത്ര ആഴത്തിൽ നിങ്ങൾ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടോ? അതാ പറഞ്ഞത്, എനിക്കൊരു ചെറിയ ഗണം ഉണ്ടാവുള്ളൂ.
ആ ചെറിയ കണം എന്തൊക്കെ വന്നാലും എന്നെ വിട്ടുപോയില്ല. നിങ്ങൾ ആ ചെറിയ കണത്തിൽ അംഗമാണോ? ഇതൊക്കെ പറയാൻ എളുപ്പമാണ് കേട്ടോ, ജീവിക്കാൻ നല്ല പാടാണ്, എളുപ്പമില്ല. അച്ഛനാവും സിസ്റ്ററാവാന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ആലോചിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി ജീവിച്ചോളാം എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ആലോചിക്കേണ്ടതുണ്ട്. സ്വയം തകർക്കപ്പെടുന്ന അനുഭവമാണിത്. ഞാനില്ല, ദൈവം മാത്രമേ ഉള്ളൂ. ദൈവത്തിൻ്റെ ഇഷ്ടം. തോൽപ്പിക്കണമെങ്കിൽ തോൽപ്പിക്കുക, ജയിപ്പിക്കണമെങ്കിൽ ജയിപ്പിക്കുക. ആളുകളുടെ മുമ്പിൽ കൊണ്ട് നിർത്തണേ കൊണ്ട് നിർത്ത്. ഇനി ആളുകളുടെ മുമ്പിൽ കൊണ്ട് നിർത്തിയിട്ട് ആളുകൾ എന്നെ കളിയാക്കാനാണ് നിന്റെ ആഗ്രഹമെങ്കിൽ അങ്ങനെ സംഭവിക്കും. ദൈവം ഇതെല്ലാം ചെയ്യുന്നതിന് പുറകിൽ ദൈവത്തിനൊരു ജ്ഞാനമുണ്ട്. അടിസ്ഥാനപരമായി നമ്മുടെ നന്മയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമ്മൾ ഭൂമിയിലാണ് ജീവിക്കുന്നത്, നമ്മൾ സ്വർഗത്തിലല്ലല്ലോ. അപ്പം മറ്റുള്ളവർ നമ്മളെ കളിയാക്കുകയും മറ്റുള്ളവർ നമ്മൾ പ്രാന്താന്ന് പറയുകയും നമ്മളെ ആളുകൾക്ക് മനസ്സിലാവുന്നില്ല, നമ്മുടെ ജേണി മനസ്സിലാവുന്നില്ല, നമ്മൾ കല്ലേറ് അനുഭവിക്കുകയൊക്കെ ചെയ്യുമ്പോഴേ, ഇതൊക്കെ അനുഭവിക്കുന്നുണ്ട് കേട്ടോ ഞാൻ. ഇതൊക്കെ അനുഭവിക്കുകയും ചെയ്യുമ്പോഴേ നമുക്ക് പലപ്പോഴും തളർന്നു പോകും. നമുക്ക് തന്നെ തോന്നുന്നു, ദൈവമേ എനിക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നം ഉണ്ടായിട്ടാണോ ഞാനിതൊക്കെ ചെയ്യുന്നത്. നമുക്ക് തന്നെ തോന്നുന്നു, ദൈവമേ ഇത് ശരിക്കും ആളുകൾ പറയണ പോലെ എനിക്ക് തന്നെയാണോ കുഴപ്പം, ഞാൻ തന്നെയാണോ പാപി, ഞാൻ പാപി ഓക്കെ കുഴപ്പമില്ല, പക്ഷെ ഞാൻ തന്നെയാണോ തെറ്റുകാരി, എൻ്റെ തലയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ. സെൽഫ് ഡൗട്ട് ഭയങ്കരമായിട്ട് അടിക്കും. സംഘർഷങ്ങളെ നടുവിലൂടെ കടത്തിക്കൊണ്ട് പോകും. നിങ്ങളുടെ മെൻ്റൽ കാൽക്കുലേഷൻ ഒക്കെ തെറ്റുന്ന പോലെ നിങ്ങൾക്ക് തോന്നും. കുരിശിൽ തറയ്ക്കുന്ന അനുഭവത്തിലുണ്ട്. എല്ലാവരും നിങ്ങളെ ഉപേക്ഷിച്ചു. നിങ്ങൾ അവസാനം ഇയാൾ എന്തായാലും എന്നെ മനസ്സിലാക്കും, അയാൾ നിങ്ങളെ ഉപേക്ഷിക്കും. ഇയാൾ ഒരിക്കലും അത് നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകണോ? കുരിശിൻ്റെ വഴി സഞ്ചരിക്കുക. അപ്പം എനിക്ക് എൻ്റെ കർത്താവിൻ്റെ മുഖം കാണണം. ഇപ്പം ഞാൻ ഇപ്പോൾ പറയാണ് കർത്താവിനോട് എൻ്റെ കാര്യം ഞാൻ പറഞ്ഞാൽ, ഞാൻ ഇപ്പോൾ കർത്താവ് പറയാം, എൻ്റെ പൊന്ന് കർത്താവേ പ്ലീസ് എനിക്ക് കുറച്ച് സമാധാനം സന്തോഷമൊക്കെ തായോ, എന്തിനാ എനിക്കിങ്ങനെ എന്നെനിക്ക് പറയാൻ പറ്റില്ല. കാരണം എനിക്ക് വേറെ ആരുമില്ല, എനിക്ക് കർത്താവ് മാത്രമേ ഉള്ളൂ. എനിക്ക് കർത്താവില്ലാതെ ജീവിക്കാൻ പറ്റില്ല. എൻ്റെ എല്ലാ വിശ്വാസ അടിസ്ഥാനവും ക്രിസ്തു എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതിലാണ്. അതെൻ്റെ കുറവുകളോട് ഞാൻ പൊരുതുന്നതും എൻ്റെ മെൻ്റൽ സ്ട്രഗിളോട് ഞാൻ പൊരുതുന്ന, എൻ്റെ ജീവിതത്തോട് ഞാൻ പൊരുതുന്നതും എൻ്റെ കർത്താവ് എന്നുള്ളൊരു വിശ്വാസം കൊണ്ടാണ്. അതുകൊണ്ട് കർത്താവ് എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹിച്ചാലും അനുഗ്രഹങ്ങൾ എടുത്ത് മാറ്റിയാലും എൻ്റെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ യാത്രയിൽ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നെ പൂർണ്ണമായി നിനക്കുള്ളതാണ്. എന്നെ നീ എങ്ങനെ വേണമെങ്കിലും രൂപപ്പെടുത്തിക്കോ, അത്രേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. മനുഷ്യന്മാരെ ബുദ്ധിമുട്ടിപ്പിക്കരുത്. മറ്റുള്ളവരുടെ ഈ ഒരു വിളിയിൽ സാക്രിഫൈസ് ചെയ്യുന്ന ഒരാൾ ഞാൻ മാത്രമായിരിക്കണം എന്നുള്ള ഒരു അപേക്ഷ ഞാൻ ദൈവത്തോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദൈവത്തിന് ഇഷ്ടമുള്ള പോലെ പെരുമാറുന്നു. ദൈവത്തിന് ഇഷ്ടമുള്ളതുപോലെ എന്നോട് പെരുമാറാൻ ദൈവത്തിന് സാധിക്കും, അല്ലേ? ഞാൻ ആരുമല്ല ദൈവത്തോട് അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട്. ദൈവത്തിന് ഇഷ്ടമുള്ളതുപോലെ ദൈവം പ്രവർത്തിക്കട്ടെ. അതിന് വിട്ടുകൊടുക്കാൻ വേണ്ട ഒരു ബന്ധമോ ഒരു വീണ്ടെടുപ്പിൻ്റെ അനുഭവമോ ഒക്കെ നമുക്കുണ്ടെങ്കിൽ കുറെ എവിടെ പോകാനില്ലെന്നേ. ആടുകളെ ഇടേണ്ട അടുത്തേക്ക് അല്ലാതെ എവിടെ വരാനാണ്? പിന്നെയും ദൈവത്തിലേക്ക് തന്നെ നമ്മളെത്തും. ഇറ്റ്സ് എ കോൾ, ഇറ്റ്സ് നോട്ട് ഈസി. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നില്ല, പക്ഷെ നിങ്ങളത് അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ആശ്വാസമായിരിക്കും വീഡിയോ. ഞാൻ ചില ആശ്വാസങ്ങൾ പ്രതീക്ഷിക്കാറുണ്ട്. ചില മനുഷ്യരൊക്കെ ഇങ്ങനെ കുറേ ആശ്വാസങ്ങൾ കിട്ടിയിരുന്നെങ്കിൽ, എവിടെന്നെങ്കിലൊക്കെ ഇത് വീഡിയോസ് കാണാൻ പറ്റിയിരുന്നെങ്കിൽ നിങ്ങൾക്കത് ഹെൽപ്ഫുൾ ആവാത്ത വീഡിയോ ആവട്ടെ. താങ്ക്